പരിശുദ്ധമായ നിസ്കാരം നമ്മളെല്ലാവരും നിർവഹിക്കുന്നവരാണ്. നിസ്കാരം ഏറ്റവും വലിയ ഇബാദത്താണ്. പക്ഷെ ആ നിസ്കാരത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന അശ്രദ്ധ മൂലം, പ്രത്യേകിച്ച് കറാഹത്തുകൾ മൂലം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടാതെ പോകുന്നു. നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട 15 കറാഹത്തുകൾ ഇന്ന് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ചില ആളുകളുടെ സംശയം, മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ നിസ്കരിക്കാൻ പറ്റുമോ? അതായത് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, പക്ഷേ അവിടെ പള്ളിയിൽ ജമാഅത്ത് നടക്കുകയാണ്, അപ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ട് മൂത്രമൊഴിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് മലമൂത്ര വിസർജനത്തിനുള്ള തോന്നലുണ്ടാകുമ്പോൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം ശരിയാകുമോ, അല്ലെങ്കിൽ അത് നിസ്കരിക്കൽ ഹറാമാണോ, അങ്ങനെ ഒരു സംശയം പല ആളുകളും ചോദിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ മറുപടി? ചില ഉമ്മമാർ ചോദിക്കുന്ന സംശയമാണ്, ഉസ്താദെ നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ നിസ്കരിക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ തൊട്ടിലിൽ കിടന്ന് കരയുന്നുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ഭയങ്കരമായ കരച്ചിലായേക്കാം. അപ്പോൾ അതെന്താണെന്നറിയാൻ വെറുതെ ഒന്ന് നോക്കിയാൽ നിസ്കാരം ബാത്തിലാകുമോ? നിസ്കാരത്തിൽ ഇങ്ങനെ മുഖം തിരിച്ച് നോക്കാമോ? എന്താണ് അതിൻ്റെ ഉത്തരം? ചില ആളുകൾക്കുള്ള സംശയമാണ്, പല്ലിൽ നിസ്കരിക്കുന്ന സമയത്താണ് പല്ലിൽ അവിടെ അറ്റത്തൊരു ചോറുണ്ട്, ആ ചോറിങ്ങനെ നാക്കുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കും, അല്ലെങ്കിൽ ഇറച്ചി ഇവിടെ ഇരിപ്പുണ്ട്, ആ ഇറച്ചി ഇങ്ങനെ നാക്കുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തോണ്ടി എടുക്കുന്നു. അപ്പോൾ അത് നമുക്കൊരു അസ്വസ്ഥത പോലെ തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ നിസ്കാരത്തിൻ്റെ ഇടയിലാണെങ്കിൽ അത് നാവ് കൊണ്ടിങ്ങനെ തോണ്ടി എടുക്കാമോ? എന്താണ് ആ സംശയത്തിൻ്റെ മറുപടി? നമ്മൾ ഈ വീഡിയോയിലൂടെ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നത് നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 15 കറാഹത്തുകളാണ്. എന്താണ് കറാഹത്ത്? വിശദമായി നമുക്ക് കേൾക്കാം. ഈ 15 കാര്യങ്ങളോ ഇതിൽ ഏതെങ്കിലും ഒന്നോ നമ്മുടെ നിസ്കാരത്തിൽ വന്നുകൂടിയാൽ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്നതിൽ നിന്നും അള്ളാഹു നമ്മളെ തടയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അറിയാതെയും അറിഞ്ഞും നമ്മൾ ചെയ്യുന്ന 15ഓളം കറാഹത്തുകളാണ്. കറാഹത്തുകൾ ഒരുപാടുണ്ട്. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട 15 കറാഹത്തുകളെ അതെടുത്തു പറയുകയാണ്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി കറാഹത്ത് എന്താണ്? കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയില്ല, പക്ഷേ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. ആ കാര്യം ചെയ്താൽ ശിക്ഷയൊന്നും പടച്ചോൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല, പക്ഷേ എന്താണ്, അത് ഉപേക്ഷിച്ചാൽ അള്ളാൻ്റെ ഭാഗത്ത് നിന്നും കൂലിയുണ്ട്. അപ്പോൾ ആ കൂലിയുള്ള കാര്യം അത് ഉപേക്ഷിക്കലാണ് വേണ്ടത്. അതാണ് കറാഹത്ത്. അത് നമ്മുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള 15ഓളം കറാഹത്തുകൾ പറയുമ്പോൾ നമുക്കൊക്കെ അത് ഏകദേശം ബോധ്യമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് തുടങ്ങാം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒന്നാമത്തെ കറാഹത്ത്, അതായത് നമ്മൾ നെയ്യത്ത് വെച്ച്, അത് ഫർദ് നിസ്കാരമാവട്ടെ സുന്നത്ത് നിസ്കാരമാവട്ടെ, നമ്മൾ കൈകെട്ടുന്നു, അല്ലാഹു അക്ബർ. കൈകെട്ടിയതിന് ശേഷം ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരത്തിൽ നേരെ പോകുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ്, നേരെ ഫാത്തിഹയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പുള്ള വജ്ജഹ്തു, പ്രാരംഭ പ്രാർത്ഥന, അത് പല ആളുകളും മനഃപൂർവമോ അല്ലെങ്കിൽ അറിയാതെയോ സുന്നത്ത് നിസ്കാരമല്ലേ എന്നെങ്കിലും വിചാരിച്ച് ഉപേക്ഷിക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യൽ കറാഹത്താണ്. ആ സുന്നത്ത് നിസ്കാരമല്ലേ, അതിപ്പോൾ വജ്ജഹത്തു പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പല ആളുകളും നിസ്സാരമായി കണ്ടിട്ട് സുന്നത്ത് നിസ്കാരത്തിൽ വജ്ജഹത്തു ഒഴിവാക്കുന്നുണ്ട്. അതിങ്ങനെ ഒഴിവാക്കാൻ പാടില്ല. അത് കറാഹത്താണ്. ചെയ്താൽ കൂലിയുണ്ട്, അത് ഉപേക്ഷിച്ചാൽ ശിക്ഷയൊന്നുമില്ല. അപ്പോൾ ഫർദ് നിസ്കാരമാവട്ടെ സുന്നത്ത് നിസ്കാരമാവട്ടെ, നിസ്കരിക്കുമ്പോൾ ആദ്യം തന്നെ നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വായിൽ വരേണ്ടത്, നാവിൻ തുമ്പിൽ വരേണ്ടത് ശാഫിഈ മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം വജ്ജഹ്തുവാൻ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ എന്ന ആ ഒരു വജ്ജഹ്തുവിൻ്റെ വാക്ക്. അല്ലെങ്കിൽ ഹനഫി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം സനാ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് കാര്യം പറയൽ പ്രത്യേകം സുന്നത്താണ്. ഉസ്താദ് അത്രയും ദീർഘമുള്ള ആ ഒരു ദുആ നിസ്കാരത്തിൻ്റെ മുന്നിൽ പറഞ്ഞില്ല എങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കും. അല്ലെങ്കിൽ വജ്ജഹത്ത് തന്നെ പറയണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ ഒരു ചെറിയ ഒരു ദിക്ർ പറഞ്ഞു തരാം. ഈ ഒരു ദിക്ർ, ഈ ഒരു വാക്യം നമ്മൾ കൈകെട്ടിയ ഉടനെ പറഞ്ഞാൽ വജ്ജഹത്ത് ഓതിയതിൻ്റെ പ്രതിഫലം അല്ലാഹ് നൽകുന്നതാണ്.
ഏതാണ് ആ വാക്ക്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്. അപ്പോൾ നിയ്യത്ത് വെച്ചു. ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ, കൈകെട്ടി നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യുക, വജ്ജഹത്തു അറിയാവുന്നവർ പൂർണ്ണമായും അത് പാരായണം ചെയ്യുക. അതറിയില്ലാത്തവര് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് എന്നെങ്കിലും പറഞ്ഞാൽ ആ വജ്ജഹത്തു ഓതിയതിൻ്റെ സുന്നത്ത് പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. മയ്യത്ത് നിസ്കാരമല്ലാത്ത ബാക്കി എല്ലാ ഫർളായ സുന്നത്തായ നിസ്കാരത്തിലും വജ്ജഹത്തു ശാഫിഈ മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം ഓതൽ പ്രത്യേകം സുന്നത്താണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേത്, പല ആളുകളും നിസ്കാരത്തിൽ അത് ഫർളാവട്ടെ സുന്നത്താവട്ടെ നിയ്യത്ത് വെച്ചു അല്ലാഹു അക്ബർ, കൈകെട്ടിയ ഉടനെ തന്നെ ഫാത്തിഹ ഓതും. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഓതുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും അവിടെ അഊദു ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ അഊദു ഒഴിവാക്കാൻ പാടില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാതിരിക്കൽ കറാഹത്താണ്, പറയൽ സുന്നത്താണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിയ്യത്ത് വെച്ച് ആദ്യം തന്നെ അല്ലാഹു അക്ബർ കൈകെട്ടി വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു അറിയില്ല എങ്കിൽ ഇപ്പോൾ പറഞ്ഞ ദിക്ർ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന ദിക്ർ പറയുക. അത് കഴിഞ്ഞതിന് ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് എപ്പോൾ ഫാത്തിഹ ഓതിയാലും, അത് നിസ്കാരത്തിലാവട്ടെ അതല്ലാത്ത സമയത്താവട്ടെ, ഫാത്തിഹ ഓതുമ്പോൾ ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് വേണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ. അപ്പോൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായില്ലേ? ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിൻ്റെ അർത്ഥം എന്താ? ശപിക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട പിശാചിൻ്റെ ദുർബോധനത്തിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് പല ആളുകളും സുന്നത്ത് നിസ്കാരത്തിലാണ് ഈ അബദ്ധങ്ങൾ കൂടുതലും സംഭവിക്കുന്നത്. ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് നേരെ തന്നെ റുക്കൂയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ചെറിയ സൂറത്തെങ്കിലും അല്ലെങ്കിൽ ഒരു ആയത്തെങ്കിലും ഓതൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ആദ്യം നിയ്യത്ത് വെച്ച് കൈകെട്ടുക അല്ലാഹു അക്ബർ, അത് കഴിഞ്ഞ് വജ്ജഹത്തു ഓതുക, അത് കഴിഞ്ഞ് അഊദു ഓതുക, അത് കഴിഞ്ഞ് ഫാത്തിഹ പൂർണ്ണമായിട്ടും ഓതുക, അത് കഴിഞ്ഞ് ഒരായത്തെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്കിലും പറയൽ സുന്നത്താണ്. കാരണം ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് ഒരു ചെറിയ സൂറത്ത് ഓതൽ അത് എല്ലാ നിസ്കാരത്തിലും സുന്നത്താണ്. പിന്നെ ഫർള് നിസ്കാരം, ഇപ്പോൾ ളുഹർ നിസ്കാരത്തിൻ്റെ അവസാനത്തെ 2 റക്അത്തിൽ നമ്മൾ ഓതാറില്ല. അതുകൊണ്ട് അവർ ഫാത്തിഹ മാത്രം മതി, ഫാത്തിഹ മാത്രമാണ് ഓതൽ നമുക്ക് നിർബന്ധമുള്ളത്. അപ്പോൾ ഈ സുന്നത്ത് നിസ്കാരത്തിൽ എന്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരും ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് നേരെ റുക്കൂയിലേക്ക് പോകുന്നു. കാരണം സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തല്ലേ, പെട്ടെന്ന് നിസ്കരിച്ചങ്ങോട്ട് പോവാം എന്നൊരു ചിന്തയാണ്. നമ്മുടെ നിസ്കരിക്കുമ്പോൾ ഈ സൂറത്ത്, അതുപോലെ അഊദു, അതുപോലെ ഇപ്പോൾ പറഞ്ഞ വജ്ജഹത്തൊക്കെ ഓതിയാലാണ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടും. നമ്മൾ ഏതായാലും നിസ്കരിക്കുന്നു, കൂടിപ്പോയാലോ 1-2 മിനിറ്റോ കൂടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നിസ്കരിച്ചാൽ ആ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് കിട്ടുമല്ലോ. എന്തിനാത് വെറുതെ കളയണത്? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, സൂറത്ത് ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്കിലും ഒന്ന് പറയൽ, ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് അങ്ങനെയെങ്കിലും ഒന്ന് പറയൽ സുന്നത്താണ്. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാതിരിക്കൽ, ചെറിയൊരു സൂറത്ത് ഓതാതിരിക്കൽ കറാഹത്താണ്. നമുക്കറിയാവുന്ന എപ്പോഴും വായിൽ വരുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അത് ഓതിയാലും മതി. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നാലാമത്തേത്, നമ്മൾ നിസ്കാരത്തിൻ്റെ അവസാനത്തെ അത്തഹിയാത്ത്, അത് ഫർള് നിസ്കാരമാവട്ടെ സുന്നത്ത് നിസ്കാരമാവട്ടെ, നമ്മൾ നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ അത്തഹിയാത്ത് ഓതും, സ്വലാത്ത് ഓതും. അത്തഹിയാത്തും സ്വലാത്തും കഴിഞ്ഞ് നമുക്ക് ഒരു ദുആ പ്രത്യേകം സുന്നത്തുണ്ട്, ഒരു ദുആയുണ്ട്. പല ആളുകളും സുന്നത്ത് നിസ്കാരത്തിൽ അത് പറയാറേ ഇല്ല, ഫർള് നിസ്കാരത്തിലും ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. അതായത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് പറഞ്ഞ അത്തഹിയാത്ത് ഓതി, അത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ എന്ന് പറഞ്ഞ ഇബ്രാഹിം സ്വലാത്ത് ഓതിയിട്ട് ഉടൻ തന്നെ സലാം വീട്ടും. അങ്ങനെയല്ല, അതിനുശേഷം ഒരു ദുആയുണ്ട്. ആ ദുആ നമ്മൾ പറയൽ പ്രത്യേകം സുന്നത്താണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു എന്ന് പറയുന്ന ഒരു ദുആയുണ്ടല്ലോ, നമുക്കറിയാവുന്ന ഒരു ദുആയാണ്, എല്ലാവരും മദ്രസയിൽ പഠിച്ചിട്ടുള്ള ദുആയാണ്. ഇനി ആ ദുആ അറിയില്ല എങ്കിൽ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നെങ്കിലും നമ്മൾ അവിടെ പറയൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ഈ ദുആ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അറിയില്ലാത്തവർ അത് ദുആ പഠിക്കുക, ഇല്ലാത്തവർ പഠിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക, ഈ ഒരു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നെങ്കിലും അവിടെ നമ്മൾ പറയണം. അങ്ങനെ പറയാതെ പോവൽ കറാഹത്താണ്. ആ ദുആ പറയൽ പ്രത്യേകം സുന്നത്താണ്.
അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ മറ്റു ജോലികൾ ചെയ്യൽ കറാഹത്താണ്. മറ്റു ജോലികൾ ചെയ്യൽ കറാഹത്താണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, കൈ കെട്ടി നിസ്കരിക്കുന്ന സമയത്ത് കയ്യിൽ വാച്ചുണ്ട്. പതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, പള്ളിയിലെ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ 5:30 ആയിട്ടുണ്ട്. നമ്മുടെ ക്ലോക്കിലോ 5:35. 5 മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ. പതിയെ എന്ത് ചെയ്തു, വാച്ചിൻ്റെ ഈ സാധനമൊക്കെ ഇങ്ങനെ വലിച്ച് പതിയെ 5 മിനിറ്റ് ഫാസ്റ്റ് ആക്കുന്നു. ഫാത്തിഹ ഓതുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി, അതൊക്കെ ഓതിക്കൊണ്ട് തന്നെ വാച്ച് നന്നാക്കുന്നു. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഇതാണല്ലോ, ടച്ചിൻ്റെ വാച്ചാണല്ലോ, നന്നാക്കുക വാച്ച്. കാരണം ഒരു വിരൽ കൊണ്ട് നമ്മൾ അനക്കിയാൽ നിസ്കാരം ബാത്തിലാവില്ല. ഇപ്പോൾ ഒരാൾക്ക് ഇവിടെ ചൊറിഞ്ഞു, അപ്പോൾ ഇങ്ങനെ പതിയെ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞാൽ നിസ്കാരം ബാത്തിലല്ല. ഇങ്ങനെ ചൊറിഞ്ഞാലാണ് നമ്മുടെ നിസ്കാരം ഇങ്ങനെ ചൊറിഞ്ഞാൽ നിസ്കാരം ബാത്തിലാണ്. ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞാൽ നിസ്കാരം ബാത്തിലല്ല. ഒരു അവയവം പൂർണ്ണമായും 3 പ്രാവശ്യം തുടർച്ചയായിട്ട് അനങ്ങാൻ പാടില്ല, അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ നമ്മൾ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലൊന്നും ആവില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവൻ്റെ ടച്ച് വാച്ചാണ്, സ്മാർട്ട് വാച്ചാണ്, അവനെന്ത് ചെയ്യുന്നു, ഒരു വിരൽ കൊണ്ട് വാച്ച് നന്നാക്കുന്നു. പാടില്ല, കറാഹത്താണ്. നിസ്കാരം ബാത്തിലാവില്ല, കറാഹത്താണ്. പിന്നെയോ ചില ഉമ്മമാർ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ നിസ്കാര തട്ടമൊക്കെ ഇട്ടിട്ട് ചട്ടയിട്ട് നിസ്കരിക്കുന്നു. അപ്പോൾ ഒരു നൂല്, ചട്ടയുടെ ഒരു നൂല് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ആ നൂല് പിടിച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടുന്നു, അല്ലെങ്കിൽ അത് നൂല് പിടിച്ച് വലിച്ച് പൊട്ടിക്കുന്നു. അതൊക്കെ മറ്റൊരു ജോലിയാണത്, അത് ചെയ്യാൻ പാടില്ല. ഇനിയോ ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല ഇറച്ചിയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വരുന്നു, പല്ലിൽ നിസ്കരിക്കുന്ന സമയത്താണ് പല്ലിൽ അവിടെ അറ്റത്തൊരു ചോറുണ്ട്. ആ ചോറിങ്ങനെ നാക്കുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കും. അല്ലെങ്കിൽ ഇറച്ചി ഇവിടെ ഇരിപ്പുണ്ട്, ആ ഇറച്ചി ഇങ്ങനെ നാക്കുകൊണ്ട് നമ്മളിങ്ങനെ തോണ്ടി എടുക്കുന്നു. അതൊരു മറ്റൊരു ജോലിയാണ്. നാക്കുകൊണ്ട് നമ്മുടെ വായിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കിയാൽ നിസ്കാരമൊന്നും ബാത്തിലാവില്ല. പക്ഷേ അതൊരു മറ്റൊരു ജോലിയാണ്, അത് കറാഹത്താണ്, ചെയ്യാൻ പാടില്ല. ഇനി ഉമ്മമാരിലേക്ക് തന്നെ വരാം. കൈകെട്ടി അല്ലാഹു അക്ബർ നോക്കുമ്പോൾ വളയുണ്ട്, വള ഒന്ന് ചളുങ്ങിയിട്ടുണ്ട്. ആ ചളുക്ക് പതിയെ ഒന്ന് നിവർത്തുകയാണ്. ഈ കൈ കൊണ്ട് പതിയെ ഒന്ന് നിവർത്തുന്നു. ഏതായാലും ഫാത്തിഹയൊക്കെ ഓതുന്നുണ്ട്, വെറുതെ നിൽക്കുമല്ലേ, അതുകൊണ്ട് വളയൊന്ന് ആ ചളുക്കൊന്ന് മാറ്റിയേക്കാം. അല്ലെങ്കിൽ മോതിരമുണ്ട്, മോതിരത്തിൻ്റെ ചളുക്ക്, അല്ലെങ്കിൽ മോതിരം തിരിഞ്ഞിരിക്കുന്നു, അതിങ്ങനെ പതിയെ മുന്നിലേക്കാക്കുന്നു. അങ്ങനെ പല സൂത്രപ്പണികൾ പല ആളുകളും ചെയ്യാറുണ്ട്. അത് മറ്റൊരു ജോലിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിസ്കരിക്കുമ്പോൾ ആണുങ്ങൾ ഒരു തൊപ്പിയിൽ നൂലുണ്ടാകും, നൂല് പറിച്ചു കളയൽ അങ്ങനെ പാടില്ല. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആറാമത്തെ കാര്യം, റഫ്ഉസ് സൗത്ത്, അധികമായി ശബ്ദത്തിൽ ഉറക്കെ ഒച്ചപ്പാടും ബഹളം. അതായത് ഒന്ന് മറ്റുള്ളവരെ അറിയിക്കണമെന്നാവാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തയില്ല എങ്കിൽ പോലും ഒരു മിതമായ സൗണ്ടിലെ ഫാത്തിഹയും അതല്ലാത്ത സൂറത്തൊക്കെ ഓതാവൂ എന്നാണ്. നമുക്കൊരു മിതമായ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടിൽ മാത്രം ഓതാം. അല്ലാതെ ഭയങ്കര ശബ്ദത്തിൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓതൽ കറാഹത്താണ് നിസ്കാരത്തിൽ. സാധാരണ ഒരു ശബ്ദത്തിൽ മാത്രമേ, അത് മെയ്ക്കിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ശബ്ദമെടുത്ത് ഓതുന്നതും സാധാരണ ഓതുന്നതും നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പോൾ സാധാരണ ഓത്തേ ഓതാൻ പാടുള്ളൂ. പിന്നെ ഏഴാമത്തേത് ഇൽത്തിബ ആണ്. ഇൽത്തിബ എന്ന് പറഞ്ഞാൽ പൂണൂല് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക. അപ്പോൾ അത് ഇന്ന് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. പണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പല സ്വഹാബിമാരും അവരുടെ ജീവിതത്തിൽ, പഴയകാല ജീവിതത്തിൽ അവരങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അത് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടും ആ ഒരു വേഷവിധാനം, പൂണൂല് പോലെ ധരിക്കുന്ന ആ വേഷവിധാനം അവർക്ക് മാറ്റാനൊരു മടി പോലെ. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് നബി തങ്ങൾ നിരോധിച്ച കാര്യമാണ് പൂണൂല് ധരിച്ചുകൊണ്ടുള്ള നിസ്കാരം. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല, അത് കറാഹത്താണ്. പിന്നെ എട്ടാമത്തേത്, മക്ബറയിൽ നിസ്കരിക്കാൻ പാടില്ല. ഒരു വലിയൻ്റെ ഖബറുണ്ട്, അല്ലെങ്കിൽ വാപ്പയുടെ ഉമ്മയുടെ ഖബറുണ്ട്. ആ ഖബറിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് അല്ലാഹു അക്ബർ, അവിടെ മയ്യത്ത് നിസ്കാരമാവട്ടെ അതല്ലാത്ത നിസ്കാരമാവട്ടെ, അവിടെ വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന്. നിസ്കരിക്കാൻ ഹറാമാണ് എന്നല്ല പറഞ്ഞത്, കറാഹത്താണ് എന്നാണ്. അത് ഉപേക്ഷിക്കലാണ് നല്ലത്. ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്, ചെയ്താൽ ശിക്ഷയൊന്നുമില്ല. അത് പ്രത്യേകം. ഇപ്പോൾ ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, മകൻ ഗൾഫിലായിരുന്നു. അപ്പോൾ അവൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്, അവനിക്ക് അവധി കിട്ടിയില്ല, അവനിക്ക് വരാൻ പറ്റിയില്ല, വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ വന്നപ്പോൾ അവൻ്റെ ഉമ്മയുടെ ഖബർ കണ്ടു, അപ്പോൾ വാപ്പയുടെ ഖബർ കണ്ടു. അപ്പോൾ എനിക്ക് അവരോടുള്ള ഒരു ഭയങ്കരമായ സ്നേഹവും ഒരു വാത്സല്യവും ഒക്കെ കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടി നിസ്കരിക്കുന്നു, അവിടെ ഖബറിങ്കൽ വന്ന് നിസ്കരിക്കുന്നു. അത് ജായിസാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ്, അത് ഉപേക്ഷിക്കലാണ് നല്ലത്, അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. അപ്പോൾ ചോദിക്കും, ഉസ്താദ് അപ്പോൾ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗം ഖബറല്ലേ, അപ്പോൾ അങ്ങനെ അതല്ല ഇവിടെ ഉദ്ദേശം. പള്ളിയുടെ ചുറ്റുഭാഗവും ഖബറായിരിക്കും, അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു മക്ബർ, ഒരു ഖബറിൻ്റെ മുന്നിൽ പോയി, എൻ്റെ തൊട്ട് മുന്നിൽ എന്താണ്, ഖബറാണ്, അവിടെ പോയി നിസ്കരിക്കൽ എന്താണ്, കറാഹത്താണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഒമ്പതാമത്തേത്, മലമൂത്ര വിസർജനത്തിനുള്ള തോന്നലുള്ളപ്പോൾ നിസ്കരിക്കൽ.
ഓടി വന്ന് ഒതു എടുത്ത് നിസ്കരിക്കുക. അപ്പോഴാണ് നല്ല മൂത്രശങ്കയുണ്ട്, മലമൂത്ര വിസർജനത്തിനുള്ളൊരു തോന്നലുണ്ട്. ആ തോന്നലോടുകൂടി നിസ്കരിച്ചാൽ അവനിക്ക് നിസ്കാരത്തിൽ ഒരു ഖുശൂഉം ഉണ്ടാവില്ല, ഒരു ഖുദൂഉം ഉണ്ടാവില്ല. എപ്പോഴും ആ ചിന്ത, പക്ഷേ മൂത്രമൊഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു, ഇനിയിപ്പോൾ എന്താ നിസ്കാരം തീരുന്നത് വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തകൾ വന്ന് നിസ്കാരം എന്നുള്ള ചിന്തയെ മറന്നു പോയിട്ട് എപ്പോഴും ആ ചിന്ത മാത്രം ഉണ്ടാവാൻ, അതായത് ഭയഭക്തി, ഖുശൂഉ ഖുദൂഉ ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. 10ാമത്തേത് മൻകിബ് തുറന്നിട്ട് നിസ്കരിക്കുക. മൻകിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളാണ്. ഇത് പുരുഷന്മാരൊക്കെ ബാധകമായ കാര്യമാണ്. ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ തലയിൽ തൊപ്പി ഉണ്ടാവും, തൊപ്പി ഉണ്ടാവില്ല, എന്തുമാവട്ടെ, ഒറ്റ മുണ്ട് മാത്രം എടുത്തിട്ട് നിസ്കരിക്കും. ഒരൊറ്റ മുണ്ട് മാത്രം എടുത്തിട്ട് അല്ലാഹു, ബനീൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോളോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ വെറുതെ ഇങ്ങനെ തുറന്നു കിടക്കും, പൊക്കിൾ മുതൽ മുകളിലേക്ക് തുറന്നു കിടന്നിട്ട് നിസ്കരിക്കൽ അത് കറാഹത്താണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിലും ഒരു ബനിയനോ ഷർട്ടോ എന്തെങ്കിലും ജുബ്ബയോ എന്തെങ്കിലും ഒരു വസ്ത്രം മുകളിലേക്ക് നമ്മുടെ ഈ ചുമല് കാണാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ മറച്ചിട്ട് വേണം നിസ്കരിക്കാൻ. അങ്ങനെ തുറന്നിട്ട് വെളിവാക്കി നിസ്കരിക്കൽ കറാഹത്താണ്. അതുപോലെ 11ാമത്തേത് കശ്ഫു റഅസിൻ, തല തുറന്നിട്ട് നിസ്കരിക്കൽ കറാഹത്താണെന്നാണ്. ഒന്നുകിൽ തലപ്പാവ് ധരിക്കുകയോ, അല്ലെങ്കിൽ ഒരു ഷാള് തലയിൽ കൂടി ഇടലോ, അല്ലെങ്കിൽ തൊപ്പി വെക്കലോ, അല്ലെങ്കിൽ ടവലെങ്കിലും ഇടൽ പ്രത്യേകം സുന്നത്താണ്. അത് തുറന്നിട്ട് നിസ്കരിക്കൽ, ഒന്നുമില്ലാതെ നിസ്കരിക്കൽ കറാഹത്താണ്. ഇത് പുരുഷന്മാർക്ക് ബാധകമായ കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലമറക്കൽ നിർബന്ധമാണ്. ഒരു മുടി പോലും കാണാൻ പാടില്ലാതെ എല്ലാ മുടിയും ഒതുക്കി വെച്ചിട്ട് വേണം അവർ നിസ്കരിക്കാൻ. പിന്നെ 12ാമത്തെ കാര്യം, നിസ്കാരത്തിൽ നമുക്ക് തുപ്പുന്നത് അനുവദനീയമാണ്. അങ്ങനെയുണ്ട്, നിസ്കാരത്തിൽ തുപ്പൽ അനുവദനീയമാണ്. അതായത് നമ്മുടെ തൊണ്ടയിൽ കഫം വന്നിരുന്നാൽ അത് മിഴുങ്ങാൻ കുഴപ്പമില്ല. തൊണ്ടയുടെ ഉള്ളിലാണ്, അതായത് നമുക്ക് ഇങ്ങോട്ട് വായിലേക്ക് വന്നിട്ടില്ല, നമ്മുടെ തൊണ്ടയുടെ ആ ഭാഗത്തിരിക്കുക, അപ്പോൾ അത് മിഴുങ്ങാം. പക്ഷെ നമ്മുടെ നാവിൽ വന്നാൽ, നമ്മുടെ വായുടെ പരിധിയിൽ കഫം വന്നാൽ അത് മിഴുങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് അതിങ്ങനെ ശബ്ദമില്ലാത്ത തരത്തിൽ, നിസ്കാരം ബാത്തിലാവാത്ത തരത്തിൽ നമുക്കത് പുറത്തേക്ക് തുപ്പിക്കളയാം. അങ്ങനെ നമുക്ക് അനുവദനീയമാണ്. പക്ഷേ അങ്ങനെ ആരും ചെയ്യാറില്ല, ചെയ്യുന്നവരും ഉണ്ടാവാം. അപ്പോൾ തുപ്പുന്ന സമയത്ത് മുൻഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ തുപ്പൽ കറാഹത്താണ്. അത് നിസ്കാരത്തിലെന്നല്ല, എല്ലാ സമയത്തും മുൻഭാഗത്തേക്കും വലതുഭാഗത്തേക്കും തുപ്പുന്നത് കറാഹത്താണ്. അത് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഇടതുഭാഗത്തേക്കായിരിക്കണം നമ്മൾ തുപ്പേണ്ടത്. പള്ളിയിൽ നമ്മൾ ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ ജമാഅത്തായിട്ടോ നമസ്കരിക്കുന്ന സമയത്താണ് നമ്മുടെ വായിൽ കഫം വരുന്നതെങ്കിൽ അത് തുപ്പിക്കളയലാണ് നല്ലത്. എങ്ങനെ തുപ്പണം? അതാണ് പണ്ടുള്ള ആളുകളൊക്കെ അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ടവലുണ്ടാകും നമസ്കരിക്കുന്ന സമയത്ത് അവരുടെ പോക്കറ്റിൽ. അത് നമസ്കാരം മുറിയാത്ത തരത്തിൽ, 3 അനക്കങ്ങൾ തുടർച്ചയായി വരാത്ത തരത്തിൽ ആ കഫം ടവലിലെടുത്ത് അവർ പോക്കറ്റിൽ വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഉമിനീര് ഇറക്കുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ട്. നിസ്കാരത്തിൽ ഉമിനീര് ഇറക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. സാധാരണ നമ്മുടെ ഉമിനീരുണ്ടാവുമല്ലോ, നമ്മൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് സൂറത്ത് ഓതിക്കഴിഞ്ഞ് വരുന്ന ഉമിനീര് വായിലുണ്ടാകും, അത് മിഴുങ്ങുന്നത് കുഴപ്പമില്ല. പക്ഷെ കഫം അത് നമ്മുടെ വായിൽ വന്നിട്ട് അത് മിഴുങ്ങൽ പാടില്ല. അത് തടിയുള്ള വസ്തുവാണ്, അത് വിഴുങ്ങിയാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. ഇനി 13ാമത്തെ കാര്യം, നിസ്കാരത്തിൽ ആകാശത്തേക്ക് നോക്കൽ. ഇല സമാ, നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ, പിന്നെ വലിയ ഖുശൂഉ ഖുദൂഉ. കാരണം എപ്പോഴും ദുആ എടുക്കുമ്പോൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയാൽ ദുആ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് ആകാശത്ത് നിന്നല്ലേ ഇറങ്ങുന്നത്. അതുകൊണ്ട് ആ റഹ്മത്തിനെ പ്രതീക്ഷിച്ച് ഞാനിത് ആകാശത്തേക്ക് നോക്കുന്നു. അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല. നിസ്കരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സുജൂദിൻ്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ ആകാശത്തേക്ക് നോക്കി നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. 14ാമത്തേത് വകുരിഹ ഫീഹ അൽ ഇൽത്തിഫാത്ത്, തിരിഞ്ഞു നോക്കൽ കറാഹത്താണ്. നിസ്കാരത്തിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ കുട്ടി ഇങ്ങനെ കരയുകയാണ്, നമ്മൾ അല്ലാഹു അക്ബർ കൈകെട്ടി, കുട്ടി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം, കുട്ടിക്ക് എന്താണ് പ്രശ്നം, വല്ല അപകടമാണോ, അതോ വെറുതെ ചുമ്മാ കരയുവാണോ എന്ന് നമുക്കിങ്ങനെ നോക്കാം. നമ്മുടെ നെഞ്ച് ഭാഗം, നമ്മുടെ നെഞ്ചും നമ്മുടെ ബാക്കിയുള്ള ശരീരഭാഗവും കിബിലയിൽ നിന്ന് തെറ്റിപ്പോവാതെ മുഖം മാത്രം നമുക്കിങ്ങനെ നോക്കാം. ഇൽത്തിഫാത്തുണ്ട്, നോക്കാം, അത് അനുവദനീയമാണ് ആവശ്യമുള്ളപ്പോൾ മാത്രം. ആവശ്യമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചില ആളുകൾ ഇങ്ങനെ ആരാ വരുന്നതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിസ്കരിക്കും. അങ്ങനെ കറാഹത്താണ്, അത് ചെയ്യാൻ പാടില്ല. അതായത് മുഖം തിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ ശരീരം മൊത്തത്തിൽ ഇങ്ങനെ തിരിഞ്ഞു പോയാൽ, കിബിലയിൽ നിന്നും തെറ്റിപ്പോയാൽ നിസ്കാരം ബാത്തിലാകും. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അവനെ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ്.
അവൻ എത്രമാത്രം നിസ്കരിക്കുന്നു ആ സമയത്ത് മുഴുവനും അള്ളാഹ് അവനെ നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ തൊട്ട് മുഖം തിരിച്ച് കളയുമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഗൗരവപ്പെട്ട കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അലസമായിട്ട് നോക്കുമ്പോൾ അയാൾക്കൊരു മടുപ്പുണ്ടാകും. എന്നതുപോലെ നമ്മൾ അള്ളാഹു ആകുന്ന രാജാതിരാജനായ നമ്മുടെ പടച്ചവനോട് മുനാജാത്ത് സംഭാഷണം നടത്തുക നിസ്കാരത്തിൽ. ആ സമയത്ത് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലസമായി നോക്കിയാൽ അള്ളാഹു നമ്മുടെ വിഷയത്തിൽ അലസത കാണിക്കും. അതുകൊണ്ട് നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല, അത് കറാഹത്താണ് എന്ന് ഇതൊക്കെ ഫത്തുഹുൽ മുഈനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഫത്തുഹുൽ മുഈനിൽ പ്രത്യേകം എണ്ണി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അവസാനമായി പറയട്ടെ 15ാമത്തെ ഒരു കാര്യം. 15ാമത്തെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്ത് ഓതൽ സുന്നത്താണ്. ഇപ്പോൾ 2 റക്അത്ത് നിസ്കാരമാണ്. അപ്പോൾ നമ്മൾ 1ാമത്തെ റക്അത്ത്, 4 റക്അത്ത് ഏത് നിസ്കാരമാവാത്ത 1ാമത്തെ റക്അത്ത് നമ്മൾ ഏത് സൂറത്ത് ഓതി? നമ്മൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ എന്ന് പറഞ്ഞ ആ സെക്കൻഡ് ലാസ്റ്റ് 113ാമത്തെ സൂറത്താണത്. ആ സൂറത്ത് ഓതി. അപ്പോൾ ഇനി 2ാമത്തെ റക്അത്തിൽ നമ്മൾ ഏത് സൂറത്താണ് ഓതേണ്ടത്? അത് കഴിഞ്ഞിട്ടുള്ള ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ സൂറത്താണ് ഓതേണ്ടത്. ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ ആദ്യത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതി, 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലക്കിനേക്കാൾ മുകളിലുള്ള സൂറത്താണ്. അത് ഓതാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഒരു സൂറത്ത് ഓതിയാൽ അതിൻ്റെ താഴെയുള്ള സൂറത്താണ് അടുത്ത റക്അത്തിൽ ഓതേണ്ടത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ 1ാമത്തെ റക്അത്തിൽ നമ്മൾ ഏതാ ഓതിയത്? നമ്മൾ ഓതിയത് വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന സൂറത്താണ്. 2ാമത്തെ റക്അത്ത് നമ്മൾ ആ വല്ലുഹ എന്ന് പറഞ്ഞ സൂറത്തിന് ശേഷമുള്ള സൂറത്താണ് ഓതേണ്ടത്. ഏതേത് സൂറത്താ? അലം നശ്റഹ് ലക സുദ്റക എന്ന് പറഞ്ഞ സൂറത്താണ് ഓതേണ്ടത്. അല്ലാതെ 2ാമത്തെ റക്അത്തിൽ വല്ലുഹാക്ക് മുകളിലുള്ള സൂറത്തല്ല, താഴെയുള്ള സൂറത്താണ് ഓതേണ്ടത്. അങ്ങനെ ആ ഒരു തർത്തീബുണ്ട്. ഒരു സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് അടുത്ത സൂറത്ത്, അങ്ങനെയാണ് ഓതേണ്ടത്. പല ആളുകളും മുകളിലേക്ക് ഓതാറുണ്ട്. അങ്ങനെ ഓതാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു സൂറത്ത് ഓതിയിട്ട് അതിൻ്റെ മുകളിലുള്ള സൂറത്ത് ഓതൽ കറാഹത്താണ്. ഓതിയെന്ന് പറഞ്ഞ് നിസ്കാരമൊന്നും ബാത്തിലാവാൻ പോകുന്നില്ല, പക്ഷെ അങ്ങനെ ഓതാതിരിക്കലാണ് നല്ലത്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ 15 കറാഹത്തുകൾ, ഇതല്ലാത്ത ഒരുപാട് കറാഹത്തുകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ നിസ്കാരം അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കണമെന്ന നല്ല നിയ്യത്തോടു കൂടി നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ എല്ലാ വിധത്തിലുള്ള ഖുശൂഉം ഖുദൂഉം സൂക്ഷിച്ച് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ് എല്ലാം അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ.